പ്രിയ, ഈ പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകര സംഘടനയാണ്. അതുകൊണ്ടാണ് 2022 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഇത് നിരോധിച്ചത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടേണ്ടെന്ന് കോടതി NIA കണ്ടുകെട്ടിയ ആ ഉത്തരവൊക്കെ കോടതി റദ്ദാക്കി കൊണ്ടുവരുന്നു. ഈ ഒരു സമയത്ത് പുറത്തു വരുന്നത് പോപ്പുലർ ഫ്രണ്ട് പല തരത്തിലുള്ള പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട്. ഇന്ത്യയെ തകർക്കാൻ, ജയിലുകൾ തകർക്കാൻ എന്നൊക്കെയുള്ളത്. കാരണം ഇവരിപ്പോൾ ഇന്ത്യയിൽ സജീവമല്ല എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സ്ലീപ്പർ സെല്ലുകൾ പലയിടത്തും ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായിരിക്കും ഇവരുടെ ഇനിയുള്ള ലക്ഷ്യം? കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണ്? കേരളത്തിൽ ഇപ്പോഴും ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്രം നിരോധിച്ചിട്ടും ഇപ്പോഴും കേരളത്തിൽ എങ്ങനെയാണ് ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കാനാവുക എന്നുള്ളതാണ് അമിത്ഷായാണ് പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയാണ്. കൃത്യമായിട്ട് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇടത് സർക്കാർ എന്ത് നടപടിയെടുത്ത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. LDFനും UDFനും അടക്കം ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഒളിഞ്ഞും തെളിഞ്ഞും ഈ പറയുന്ന BJP ഒഴികെയുള്ള ഈ പാർട്ടികൾ പലരും ഈ പറയുന്ന ഒളിഞ്ഞും തെളിഞ്ഞും പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ പറ്റിയവരാണ്. അതിന്റെ കൂറ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2026 അധികാരത്തിലെത്തും BJP എന്നാണ് അമിത്ഷാ പറയുന്നത്. അതിന്റെ പിന്നാലെ അമിത്ഷാ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. വികസിത കേരളത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം പറയുമ്പോൾ അമിത്ഷാ കൃത്യമായി പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നതിന്റെ സാന്നിധ്യം കേരളത്തിൽ എപ്രകാരമാണെന്ന്. അതിനെ ഇവിടെ തടയിടാനായിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ഈ കോടതി വിധി വന്നത് ശരിയാണ്. 10 സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിന്റെ നടപടിയാണ് റദ്ദാക്കിയിരിക്കുന്നത്. പക്ഷെ അത് കോടതിയുടെ നടപടിയാണ്, നമുക്ക് അതിനകത്ത് അധികം കഴിയില്ല. അപ്പൊ എന്തായാലും പക്ഷെ കേരളത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ആ രീതിയിലാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പല രാഷ്ട്രീയ പാർട്ടികളും ഇവർക്കൊപ്പം നിൽക്കുന്നു. ഇല്ലെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളിലേക്ക് ഇവരങ്ങ് മാറുകയാണ്. ഈ നിരോധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത്? ഇവരെല്ലാം ഹൈഡൌട്ടുകളിലേക്ക് മാറി, ഒളിത്താവളങ്ങളിലേക്ക് മാറുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റ് സംഘടനകളിലേക്ക് കയറുന്നു. ഇവർ ഏത് സംഘടനകളിലേക്ക് കയറുന്നു? BJPയിലേക്ക് എന്തായാലും പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വന്ന് നിൽക്കാൻ കഴിയില്ല. അവർ കയറുന്ന പാർട്ടികൾ ഏതൊക്കെയായിരിക്കും? ഒന്നുകിൽ CPM ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിട്ട് നിൽക്കും. അപ്പോൾ CPMകാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാ ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ നമ്മുടെ കൂടെ വരികയാണ്? ഇല്ല, ഒരിടത്തും പറഞ്ഞില്ല. സാധാരണ പാർട്ടിയിലൊക്കെ ആരെങ്കിലും ചേർന്നാലോ, പോഷക സംഘടനകളിലൊക്കെ ആരെങ്കിലും ചേർന്നാലോ ഒക്കെ അവർ പറയും ഞങ്ങളുടെ സംഘടനയിലേക്ക് ഇതാ ഇന്ന ആൾക്കാർ വന്നിരിക്കുന്നു, പോസ്റ്റർ എഴുതി ഒട്ടിക്കും. ഒരിടത്ത് നമ്മൾ പോസ്റ്റർ കണ്ടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടുകാർ ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചവരെല്ലാം പിന്നെ അങ്ങ് മാഞ്ഞു പോയോ? മാഞ്ഞു പോയിട്ടൊന്നുമില്ല, അവരിവിടെ തന്നെയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കൃത്യമായിട്ട് ഹിഡൻ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ അവരുടെ ഈ തന്നെ പറഞ്ഞ പോലെ സ്ലീപ്പർ സെല്ലുകളായിട്ടും ഈ പറയുന്ന മറ്റ് പാർട്ടികളിൽ ചേക്കേറിയും ഒക്കെ അവരിവിടെ നിൽക്കുന്നുണ്ട്. അവരുടെ സാന്നിധ്യത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കേരളത്തിലെ സർക്കാരുകൾ എന്ത് ചെയ്തു? നമുക്കറിയാമല്ലോ, പാടം വനമേഖലയിൽ ഈ പറയുന്ന സാമ്പാർമാരുകളെ കൊന്ന് കറി വെച്ച് കഴിച്ചതല്ലേ. അവരവിടെ അപ്പോൾ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആരും അറിഞ്ഞില്ലേ ഇതൊന്നും? അവർക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് അറിയാൻ കഴിയാത്തത്? ഈ പോലീസിനകത്ത് പച്ച വെളിച്ചം ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിച്ചില്ലേ? അവരൊക്കെ ഈ പറയുന്ന നടപടിയെടുത്ത് സസ്പെൻഷനിലേക്ക് കൊടുത്തു, ഇല്ലെങ്കിൽ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അവർ ഈ പറയുന്ന ആശയങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി മടക്കി വെച്ചിട്ട് അങ്ങ് പോയോ? ഇല്ലല്ലോ. അവർ അതേ ആശയമുള്ള പോലീസുകാരന്മാരല്ലേ പോലീസിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടുകാരനായി ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിനകത്ത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തവരെ ഇപ്പോഴും പോലീസ് നിലനിർത്തിയിരിക്കുകയല്ലേ. ഈ ഇടുക്കിയിലെ എന്താ ചെയ്തത്? ഒരു RSS പോലീസിന്റെ ഡാറ്റാബേസിൽ നിന്ന് പോലീസുകാരൻ ഈ പറയുന്ന വിവരങ്ങൾ ചോർത്തിയെടുത്തിട്ട് അത് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കൊടുത്തില്ലേ? RSSകാരുടെ പേരുകൾ അല്ലേ, പേര് വിവരങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നേ ഈ പറയുന്ന പോലീസിനകത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ പോലീസിനകത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 800 പേരിലധികം വരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒരിക്കൽ NIA കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ നിഷേധിക്കുകയും ചെയ്തു. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് സാന്നിധ്യം ശക്തമായി തന്നെ പോലീസ് സേനയ്ക്കകത്തുണ്ട്. അത് ഇവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. തിരിച്ചറിയാത്തതല്ല, അത് വേണ്ട എന്ന് വെക്കുന്നതാണ്. ഈ വെഞ്ഞാറമൂട് അഫാൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരൻ 5 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അപ്പൊ എല്ലാവരും പറഞ്ഞു PFIയുടെ അതേ കൊലപാതക രീതിയാണ് ഇവനും പിന്തുടരുന്നത് എന്ന്. അവിടെയും ഇതിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിച്ചു. കാരണം രാത്രികാല യാത്രകൾ എങ്ങോട്ടാണ് എന്ന് ആർക്കും അറിയില്ല.
അങ്ങനെ ഇവർ ഇപ്പൊ പ്രിയം പറഞ്ഞതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ കണ്ണിൽ പെടാതെ ഇപ്പോഴും ഇവർ ഇവിടെ ശക്തമായി അത് ഇവിടുത്തെ സർക്കാരിന്റെ പരാജയമല്ലേ? സർക്കാരിന് പൂർണ്ണമായിട്ട് സർക്കാരിന് അറിയാമല്ലോ. ഇവർക്ക് തന്നെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യനല്ലാതെ മറ്റാരെങ്കിലും പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവരുടെ ഈ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് VS. ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ പ്രവർത്തിക്കുന്നു, അവർക്കിവിടെ ഈ പറയുന്ന ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണെന്ന്. എന്തിനേറെ കോഴിക്കോട് മലപ്പുറവും കൂടെ ചേർത്തുകൊണ്ട് രാജ്യം ഉണ്ടാക്കണമെന്ന് വരെ പ്രൊപ്പഗൻഡ കൊണ്ടുവന്നില്ലേ? അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ടീമുകൾ, ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളെന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. പരസ്യമായി തന്നെ ഉണ്ടെന്ന്, പരസ്യമായി തന്നെ ഇവരുടെ പോക്കറ്റുകളുണ്ടല്ലോ, ചില കമ്മ്യൂണൽ പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകളിൽ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ മേഖലയിലേക്ക് പലർക്കും കടന്നു ചെല്ലാൻ കഴിയില്ല. ഇവർ ഈ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട്. അവർ മറ്റാർക്കും അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയില്ല. ചോദ്യം ചെയ്യപ്പെടും, ആക്രമിക്കപ്പെടും. അങ്ങോട്ട് കടന്നു ചെല്ലാൻ കഴിയുമോ? നമുക്ക് ഇപ്പോൾ എറണാകുളത്ത് തന്നെ എത്ര സ്ഥലങ്ങളുണ്ട്, തിരുവനന്തപുരത്ത് എത്ര സ്ഥലങ്ങളുണ്ട് ഈ പറയുന്ന, പിന്നെ മലബാറിന്റെ മേഖലയിലെ കാര്യങ്ങളെ പറ്റി പറയണ്ടല്ലോ. അപ്പോ അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കൃത്യമായ രീതിയിൽ ആക്രമണ രീതിയാണ്. നമുക്കറിയാം ഈ തെരുവ് പട്ടികളെയൊക്കെ വെട്ടിക്കൊന്നിരുന്ന രീതിയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു പരിശീലനം നടത്തിയത് അങ്ങനെയായിരുന്നു, ബൈക്കിലിരുന്ന് പോകുമ്പോ ഒറ്റ വെട്ടിന് കൊല്ലുന്നത് എങ്ങനെ, അതായിരുന്നു ഇവരുടെ രീതി. അപ്പൊ അത് കണ്ട് ഇവർ ഭീകര സംഘടനയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ നിരോധിച്ചത്. അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടിയാണല്ലോ മറ്റേ SDPI. അവരിലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ അവരെയൊക്കെ SDPI ഇപ്പോഴും നിരോധിച്ചിട്ടില്ല. SDPI ഇപ്പോഴും പ്രവർത്തിക്കുകയാണ്. SDPI നിരോധിക്കണമെങ്കിൽ അതിനെ നിരോധിക്കേണ്ട ആള് ഇലക്ഷൻ കമ്മീഷനാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. സർക്കാരിന് വേണമെങ്കിൽ ശുപാർശ ചെയ്യാമെന്ന് തോന്നുന്നു. പക്ഷെ ആത്യന്തികമായ തീരുമാനം എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം ഇവിടെ ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞതിൽ നിന്ന് കൃത്യമായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ പറഞ്ഞിരിക്കുന്നത്. ഇവരെന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തത്? അവർക്ക് നടപടിയെടുക്കാൻ താല്പര്യമില്ലെന്നേ. താല്പര്യം ഉണ്ടെങ്കിലല്ലേ. ഭീകരപ്രവർത്തനം ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് അമ്മായിയപ്പനും മരുമോനും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അങ്ങനെ ഒരു നടപടി എടുക്കില്ല. ആകപ്പാടെ ഇവർക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി VS അച്യുതാനന്ദനായിരുന്നു. ആകപ്പാടെ ഈ ഭീകരവാദികൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. ഈ രണ്ടുപേരും കൃത്യമായ നടപടിയെടുത്തിട്ടുണ്ട്. ഒരു ഘട്ടം വരെ നമുക്കറിയാം ഈ പറയുന്ന തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും ഈ ഭീകരപ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നടപടിയിലേക്കും കൃത്യമായ നയങ്ങളിലേക്കും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം കേരളത്തിൽ അവസാനിപ്പിച്ചിട്ടില്ല. കേന്ദ്രത്തിൽ അവസാനിച്ചിരിക്കാം, പക്ഷേ ഈ പറയുന്ന രാജ്യത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ ഇല്ലാതായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ദൂരവ്യാപക പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാകും. തീർച്ചയായും.